കേരളത്തിൽ ഇന്ന് ഏറ്റവും അധികം ചർച്ചയാവുന്ന വിഷയങ്ങളിലൊന്നാണ് മയക്കുമരുന്നിന്റെ വ്യാപനം. സ്കൂളുകളിലും കോളേജുകളിലും വരെ ലഹരി വലയം എത്തിച്ചേർന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഇപ്പോൾ വലിയൊരു നീക്കവുമായി എത്തിയിരിക്കുകയാണ്. ആ നീക്കത്തിന്റെ പേരാണ് ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട്. 2026 ജൂൺ 1 മുതൽ ആരംഭിക്കുന്ന ഈ പ്രത്യേക ദൗത്യത്തിന്റെ ലക്ഷ്യം കേരളത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി മാഫിയെ വേരോടെ പിഴുതെറിയുക. തൂഫാൻ എന്ന വാക്കിന്റെ അർത്ഥം കൊടുങ്കാറ്റ് എന്നാണ്. അതുപോലെ തന്നെ ലഹരി മാഫിയക്കെതിരെ ഒരു കൊടുങ്കാറ്റ് പോലെ അടിച്ചു കയറാനാണ് പോലീസ് പദ്ധതിയിടുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കേരളത്തിൽ MDMA, LSD, ഹൈബ്രിഡ്, ഗഞ്ച, സിന്തറ്റിക് ഡ്രഗ്സ് എന്നിവയുടെ ഉപയോഗം ഗണ്യമായി വർദ്ധിച്ചു വരുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഏറ്റവും ആശങ്കയുണ്ടാകുന്ന കാര്യം യുവാക്കളെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ടാണ് ഈ മാഫിയ പ്രവർത്തിക്കുന്നതെന്നാണ്. ലഹരി വസ്തുക്കൾ ഇപ്പോൾ പഴയ രീതിയിൽ മാത്രം വിൽക്കപ്പെടുന്നില്ല. സോഷ്യൽ മീഡിയ, ടെലിഗ്രാം ഗ്രൂപ്പുകൾ, ഡാർക്ക് വെബ്, ഓൺലൈൻ പണമിടപാടുകൾ എല്ലാം ഉപയോഗിച്ചാണ് പുതിയ തലമുറ ഡ്രഗ് നെറ്റ്വർക്കുകൾ പ്രവർത്തിക്കുന്നത്. അതിനാൽ തന്നെ സാധാരണ പോലീസ് പരിശോധനകൾക്കപ്പുറം സൈബർ നിരീക്ഷണവും ഈ ഓപ്പറേഷന്റെ ഭാഗമാകുന്നുണ്ട്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം പ്രത്യേക റെയ്ഡുകൾ നടക്കും. സ്കൂളുകൾ, കോളേജുകൾ, ഹോസ്റ്റലുകൾ, DJ പാർട്ടികൾ, റിസോർട്ടുകൾ, ബീച്ച് കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ശക്തമായ പരിശോധനയുണ്ടാകും. മാത്രമല്ല, ലഹരി എത്തിക്കുന്ന പ്രധാന കണ്ണികളായ വിതരണ സംഘങ്ങളെ കണ്ടെത്താൻ സംസ്ഥാനാന്തര അന്വേഷണവും ശക്തമാകും. കേരളത്തിലേക്ക് മയക്കുമരുന്ന് എത്തുന്നത് പലപ്പോഴും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നോ വിദേശ ബന്ധങ്ങളിലൂടെയാണെന്ന് അന്വേഷണ ഏജൻസികൾ പറയുന്നത്. ഓരോ ജില്ലയിലും പ്രത്യേക ആന്റി നാർക്കോട്ടിക് സ്ക്വാഡുകൾ രൂപീകരിക്കാനും തീരുമാനമായിട്ടുണ്ട്. കൂടാതെ എക്സൈസ്, പോലീസ്, സൈബർ സെല്ല്, വിദ്യാഭ്യാസ വകുപ്പ് എന്നിവ ചേർന്നുള്ള സംയുക്ത പ്രവർത്തനവും ഉണ്ടാകും. ഈ ഓപ്പറേഷന്റെ പ്രധാന സന്ദേശം ലഹരിക്കെതിരെ സമൂഹം ഒന്നിക്കണം എന്നതാണ്. കാരണം അറസ്റ്റ് മാത്രം കൊണ്ട് ഈ പ്രശ്നം തീരില്ല. കുടുംബങ്ങളും അധ്യാപകരും സുഹൃത്തുക്കളും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അടുത്തിടെ കേരളത്തിൽ നിരവധി യുവാക്കൾ ലഹരിമരുന്ന് കേസുകളിൽ പിടിയിലായത് വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു. ചില കേസുകളിൽ വിദ്യാർത്ഥികളും ഉൾപ്പെട്ടിരുന്നു. അതാണ് സർക്കാരിനെയും പോലീസിനെയും കൂടുതൽ കടുത്ത നടപടികളിലേക്ക് നയിച്ചത്. ഓപ്പറേഷൻ തൂഫാൻ വിജയിക്കുമോ എന്നത് ഇനി വരുന്ന ദിവസങ്ങളാണ് വ്യക്തമാക്കുക. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ലഹരി മാഫിയക്കെതിരെ കേരളം ഇപ്പോൾ വലിയ പോരാട്ടത്തിനാണ് തയ്യാറെടുക്കുന്നത്. ഒരു നിമിഷത്തെ ലഹരി ജീവിതം മുഴുവൻ നശിപ്പിക്കാം. അതിനാൽ നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശം ഓരോ വീട്ടിലും എത്തിക്കേണ്ട സമയം ഇതാണ്.